എനിക്ക് കഴിച്ചതിൽ ആ ബസുമതി റൈസിലുണ്ടായിരുന്ന ബിരിയാണി വളരെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബുഹാരി ഷെഫ് നമുക്കറിയാം, ഷെഫ് നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു അനുഗ്രഹമാണ്. സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു 21 ദിവസത്തെ കോഴ്സ് എടുത്തിട്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ പേര് ജംഷീറാണ്, സ്ഥലം കോഴിക്കോട് നിന്ന് വരികയാണ്. ഞാൻ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2025 ഞാനൊരു ഇതേപോലെ ഒരു 1 ഡേ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നും അന്നൊരു സുൽത്താൻ ബിരിയാണി, ആ സുൽത്താൻ ബിരിയാണി നല്ല അടിപൊളി, എന്താ പറയുക, വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ ഇന്നിപ്പോൾ എനിക്ക് കഴിച്ചതിൽ ആ ബസുമതി റൈസിലുണ്ടായിരുന്ന ആ ബിരിയാണി വളരെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അതുപോലെ ബീഫ് ബിരിയാണിയും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിച്ച് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം വെച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ നാട്ടിൽ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഇവരോടൊക്കെ ഇങ്ങനെ ബുഹാരി സാറെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എൻ്റെ ഒരു ടിപ്സ് ഉണ്ട്, ഞാനൊരു ബിരിയാണി വെച്ച് തരുമെന്ന് പറയും. പക്ഷെ വെച്ച് കൊടുക്കണേൽ എനിക്ക് ആ മസാല കിട്ടിയില്ലല്ലോ. അപ്പോൾ അവർക്കറിയില്ല അതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ആ മസാലയാണ് എന്നുള്ളത് അവർക്ക് ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. ഇതുവരെ വെച്ച് കൊടുത്തിട്ടില്ല. ഇനി എന്തായാലും ഇന്നിപ്പോൾ പോകുമ്പോൾ ഏറ്റവും 1-2 പാക്ക് വാങ്ങിയിട്ട് ഒരു ബിരിയാണി വെച്ച് കൊടുക്കണം. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ ടിപ്സ് അനുസരിച്ച് നിങ്ങളും ബിരിയാണി ഉണ്ടാക്കി തരിക, ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഇവരൊക്കെ പിന്നെ ഇവിടുന്ന് ചോദിച്ചു റെസിപ്പിയെ പറ്റി പറഞ്ഞു തരുമെന്ന് വെച്ച്. അപ്പോൾ ബോബി ചെമ്മണ്ണൂറിനെ പോലുള്ള ആളുകൾ കോടികളെ വില വെച്ചുന്ന, അതുകൊണ്ട് നമുക്കൊന്നും റെസിപ്പി പറഞ്ഞു തരും തോന്നില്ല. അപ്പോൾ അത്രയ്ക്ക് സാറ് വളർന്നു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ വലിയ വലിയ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റും പൊളിഞ്ഞ് തകർന്നടിഞ്ഞപ്പോഴും സാറിനോട് ടിപ്പ് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതൊക്കെ തന്നെയാണ് എനിക്കൊരു അത്ഭുതം തോന്നിയത്. പിന്നെ പുതിയ എന്തൊക്കെ കാര്യങ്ങൾ ലഭിച്ചു എന്നുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ടിപ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പുതിയ ലെമൺ അതുപോലെ അങ്ങനത്തെ ഐറ്റംസ്, അതുപോലെ ബിരിയാണി തന്നെ അന്ന് കേട്ടതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമായ ഒരു രീതിയിൽ ഈ ടിപ്സുകളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ പുതിയ ബിസിനസ് നടത്തുന്ന ആളുകൾക്കുള്ള ഉപദേശം എന്ന് വെച്ചാൽ, സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു 21 ദിവസത്തെ കോഴ്സ് എടുത്തിട്ട് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടുകയുള്ളൂ. പിന്നെ ബുഹാരി ഷെഫ് നമുക്കറിയാം, ഷെഫ് നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു അനുഗ്രഹമാണ്. നമ്മളെ നാടിനെ തന്നെ ഇത്രക്കും ഒരു കഴിവുള്ള, ഇതിനെപ്പറ്റി വിശദമായി പഠിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു അധ്യാപകൻ, ഒരു സുഹൃത്തിനെ പോലെ നമുക്ക് പറഞ്ഞു തരുന്ന ഈ സാറിനെ നമുക്ക് ലഭിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ബിരിയാണി നന്നായിരുന്നു. എനിക്ക് ബീഫ് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജ്യൂസി ആയിട്ട് നല്ല ഫ്ലേവർ ആയിരുന്നു. 5-6 ബിരിയാണി ഒക്കെ ട്രൈ ചെയ്തു, എല്ലാം സൂപ്പറായിരുന്നു. ബീഫ് ബിരിയാണി സൂപ്പറായിരുന്നു. പിന്നെ നല്ല ബിരിയാണി ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു പാത്രത്തിൽ 2 തരം ബിരിയാണി ഉണ്ടാക്കി, അത് ഒരു അത്ഭുതമായിട്ട് തോന്നി. അത്ര പെട്ടെന്ന് ബിരിയാണി സെറ്റ് ആക്കാൻ പറ്റുമെന്ന് തീരെ അറിയില്ലായിരുന്നു. മസാലയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൈമയിൽ തയ്യാറാക്കിയ ചിക്കൻ ബിരിയാണി ആയിരുന്നു.